നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 1998 വിജയ് മല്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതിന്റെ കണക്കുകൾ ഇപ്പോൾ ഇതാ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. ദേവസ്വം ആസ്ഥാനത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പൂഴ്ത്തി വച്ചിരുന്ന ആ കണക്കുകൾ, ആ രേഖകളാണ് അന്വേഷണ സംഘം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. നിർണായകമായ തെളിവ് SITക്ക് ലഭിച്ചിരിക്കുന്നു. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലകരിൽ 1564.10 ഗ്രാം സ്വർണമാണ് പതിപ്പിച്ചത് എന്ന വിവരം പുറത്തു വരുന്നു. സ്വർണപ്പാളി കൊണ്ട് ആ ദ്വാരപാലകരെ പൊതിയുകയായിരുന്നു. വാതിൽപ്പടിയിലും കട്ടളപ്പടിയിലും സ്വർണം പൊതിയാൻ 2519.76 ഗ്രാം തനി തങ്കമാണ് ഉപയോഗിച്ചത്. സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത തനി തങ്കം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ വാതിൽപ്പാളിയിലും അതുപോലെ കട്ടടയിലും സ്വർണം പൊതിഞ്ഞത്. ചുറ്റുമുള്ള 8 തൂണുകൾ, ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള 8 തൂണുകളിലും സ്വർണം പൊതിഞ്ഞിരുന്നു. ആ 8 തൂണുകൾക്കായി ചെലവഴിച്ചത് 4306.66 ഗ്രാം സ്വർണമാണ്. അപ്പോൾ ശബരിമല ശ്രീകോവിലിന്റെ ചുറ്റിലും അതുപോലെ തന്നെ മേൽക്കൂരയിലും ഇതിലുമധികം സ്വർണം ഉപയോഗിച്ചായിരിക്കാം അവ പൊതിഞ്ഞിട്ടുള്ളത്. ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ എത്ര സ്വർണം ഉപയോഗിച്ചു എന്നതിന്റെ കണക്ക് മാത്രം ഈ രേഖകളിലില്ല. അത് എവിടെ മിസ്സായി എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. 98 വിജയ് മല്യ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞു നൽകിയ ശേഷം എത്രമാത്രം സ്വർണം എവിടെയൊക്കെ ഉപയോഗിച്ചു എന്നതിന്റെ വിശദമായ കണക്ക് ദേവസ്വത്തിനെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ആ കണക്ക് പലരും പല വഴിക്ക് മുക്കുകയായിരുന്നു. കാരണം ആ കണക്കുകൾ ഉണ്ടെങ്കിൽ പിൽക്കാലത്ത് ഈ ശ്രീകോവിലിലെ സ്വർണം അടിച്ചു മാറ്റാൻ കഴിയില്ല എന്നുള്ളത് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി. അതിന് പിന്നാലെയാണ് രേഖകളൊക്കെ തന്നെ ദേവസ്വം ആ ആസ്ഥാനത്ത് നിന്ന് അപ്രത്യക്ഷമായത്. ഈ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ച ശേഷം പ്രത്യേക അന്വേഷണ സംഘം പല തവണ ഇതേക്കുറിച്ച് ചോദിച്ചുവെങ്കിലും വ്യക്തമായൊരു മറുപടി ദേവസ്വം ഉദ്യോഗസ്ഥർ നൽകിയില്ല, ദേവസ്വത്തിന്റെ കമ്മീഷണർ നൽകിയില്ല, സ്പെഷ്യൽ ഓഫീസർ നൽകിയില്ല. ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ട് ഒന്ന് കുടഞ്ഞപ്പോഴാണ് ദേവസ്വം കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒഴുക്കൻ മറുപടി ദേവസ്വത്തിൽ നിന്ന് വരുന്നത്. അതിന് പിന്നാലെ വീണ്ടും കാത്തിരുന്നിട്ടും ഈ അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ആസ്ഥാനത്ത് ഒരു മിന്നൽ റെയ്ഡ് നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ആ റെയ്ഡിലാണ് ഏറ്റവും നിർണായകമായ ഈ രേഖകൾ പിടിച്ചെടുത്തത്. ആ രേഖകൾ പോലും അപൂർണമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ദ്വാരപാലകരിൽ എത്ര സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്, അതുപോലെ വാതിൽപ്പടിയിലും കട്ടളയിലും എത്ര സ്വർണം പൊതിച്ചിട്ടുണ്ട് എന്ന കണക്ക് ഇപ്പോൾ പുറത്തു വരികയാണ്. ഏറ്റവും കുറഞ്ഞത് 4 കിലോയിലധികം സ്വർണം ശബരിമല സന്നിധാനത്ത് നിന്നും കൊള്ള ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് കേവലം ദ്വാരപാലക ശില്പങ്ങളിലെയും വാതിൽപ്പടിയിലെയും സ്വർണം മാത്രമാണ്. ഇനി 8 തൂണുകളിലുള്ള സ്വർണം അതിപ്പോഴുമുണ്ടോ, അതോ ചെമ്പ് പാളിയാണോ അവിടെ ഉള്ളത്? മേൽക്കൂരയിലുള്ള സ്വർണ്ണപ്പാളികൾ ഇപ്പോഴുമുണ്ടോ, അതോ അതവിടെ നിന്ന് കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ടോ? 3 ചുമരുകളിലും പതിപ്പിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ ഒറിജിനൽ തന്നെയാണോ, അതോ ചെമ്പിന്റെ മുകളിൽ ചായം പൂശിയതാണോ? ഇതാണ് ഈ പ്രധാനമായും ഇനി അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അതുകൂടി പൂർത്തിയായാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള ഏകദേശ വ്യക്തത വരും. നിലവിൽ 4 മുതൽ 6 കോടി രൂപ വരെ വില വരുന്ന സ്വർണം ശബരിമലയിൽ നിന്നും ഒളിച്ചു കടത്തി എന്നുള്ള പ്രാഥമികമായ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്.